എല്ലാ കൂട്ടുകാർക്കും എയ്സ് എജുലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഫ്രേസൽ വെർബുകളാണ് പഠിക്കുന്നത്. ആദ്യ യൂണിറ്റായ ട്രിൽസ് ആൻഡ് ട്രംസ് എന്ന ഫസ്റ്റ് യൂണിറ്റിലെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഫ്രേസൽ വെർബുകൾ പരിചയപ്പെടുന്നു. ഈ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഫ്രേസൽ വെർബുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഫ്രേസൽ വെർബുകൾ എല്ലാവരും കൃത്യമായി തന്നെ മനസ്സിലാക്കി പഠിച്ച് ഗ്രാമർ സെക്ഷനിലെ മാക്സിമം മാർക്ക് കരസ്ഥമാക്കാൻ ശ്രമിക്കണം. ഫസ്റ്റ് ഫ്രേസൽ വെർബാണ് കമ്മിങ് ബാക്ക്. ഇതിൻ്റെ അർത്ഥം തിരിച്ചു വരിക എന്നാണ്. അടുത്തത് ഗെറ്റപ്പ്. നമുക്കെല്ലാവർക്കും അറിയാം ഇതിൻ്റെ അർത്ഥം എഴുന്നേൽക്കുക എന്നാണ്. അടുത്ത ഫ്രേസൽ വെർബ് ലുക്ക്ഡ് അറ്റ്. ഈ ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം നോക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക എന്നതാണ്. അടുത്ത ഫ്രേസൽ വെർബാണ് കോൾഡ് ഇൻ. തിരിച്ചു വരുത്തുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത ഫ്രേസൽ വെർബ് പുട്ട് ഓൺ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നാണ്. അടുത്ത ഫ്രേസൽ വെർബാണ് വിയർ ഡ്രസ്. നമുക്കറിയാം ഇതിനർത്ഥം വസ്ത്രം ധരിക്കുക എന്നതാണ്. അടുത്ത ഫ്രേസൽ വെർബാണ് ലോക്കപ്പ്. പൂട്ടിയിടുക എന്നാണ് ഇതിനർത്ഥം. അടുത്ത ഫ്രേസൽ വെർബാണ് വേക്കപ്പ്. നമുക്കെല്ലാവർക്കും അറിയാം ഉണരുക എന്നാണ് ഈ ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം. അടുത്ത ഫ്രേസൽ വെർബാണ് റൈസ് അപ്പ് ആഫ്റ്റർ സ്ലീപ്പ്. ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്നാണ് ഇതിനർത്ഥം. നെക്സ്റ്റ് വേർഡ് ഈസ് ഗോ ഔട്ട്. പുറത്ത് പോവുക. അടുത്ത ഫ്രേസൽ വെർബാണ് ഗെറ്റ് ഇൻ. നമുക്കറിയാം ഇതിനർത്ഥം അകത്ത് കയറുക. അടുത്ത ഫ്രേസൽ വെർബാണ് ഗീവ് അപ്പ്. ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നാണ് ഇതിനർത്ഥം. അടുത്ത ഫ്രേസൽ വെർബാണ് കം ഡൗൺ വിത്ത്. ഇതിനർത്ഥം ഒരു രോഗം പിടിപെടുക എന്നാണ്. നെക്സ്റ്റ് ഫ്രേസൽ വെർബ് ഈസ് ലിസൺ ടു. ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ് ഇതിനർത്ഥം. അടുത്ത ഫ്രേസൽ വെർബാണ് ഗോ എബൌട്ട്. വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഒരു കാര്യം ചെയ്യുക എന്നതാണ് ഇതിനർത്ഥം. ത്രോ ഓവർ. പുതപ്പോ തുണിയോ മൂടുക എന്നാണ് ഇതിനർത്ഥം. അടുത്ത ഫ്രേസൽ വെർബാണ് ഗോ ഓൺ. ഗോ ഓൺ എന്ന ഫ്രേസൽ വെർബിനർത്ഥം തുടരുക എന്നാണ്. അടുത്ത ഫ്രേസൽ വെർബാണ് പാസ് ഓവർ. ഇതിനർത്ഥം മുകളിലൂടെ കടന്നു പോവുക. അടുത്ത ഫ്രേസൽ വെർബാണ് ഹോൾഡ് അപ്പ്. ഇതിനർത്ഥം താങ്ങി നിൽക്കുക. അടുത്ത ഫ്രേസൽ വെർബാണ് ബ്രിങ് അപ്പ്. ഒരു വിഷയം ഉന്നയിക്കുക എന്നാണ് ഇതിനർത്ഥം. നെക്സ്റ്റ് ഫ്രേസൽ വെർബാണ് സ്പീക്കപ്പ്. ഉറക്കെ സംസാരിക്കുക അല്ലെങ്കിൽ തുറന്ന് അഭിപ്രായം പറയുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത ഫ്രേസൽ വെർബാണ് കോൾ അപ്പ്. ഇതിനർത്ഥം ഫോൺ ചെയ്ത് ബന്ധപ്പെടുക അല്ലെങ്കിൽ വിളിച്ചു വരുത്തുക എന്നാണ് ഇതിനർത്ഥം. അടുത്ത ഫ്രേസൽ വെർബാണ് ടേൺ അപ്പ്. എത്തിച്ചേരുക അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മുടെ നെക്സ്റ്റ് ഫ്രേസൽ വെർബാണ് ലുക്കപ്പ്. അന്വേഷിച്ച് കണ്ടെത്തുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത ഫ്രേസൽ വെർബാണ് സെറ്റപ്പ്. ഇതിൻ്റെ അർത്ഥം സ്ഥാപിക്കുക അല്ലെങ്കിൽ ക്രമീകരിക്കുക എന്നതാണ്. അടുത്ത ഫ്രേസൽ വെർബാണ് മേക്കപ്പ്. ഇതിൻ്റെ അർത്ഥം പരിഹരിക്കുക അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകുക എന്നതാണ്. ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ഫ്രേസൽ വെർബുകൾ. ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ച് എക്സാമിന് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുവാൻ ശ്രമിക്കുക. താങ്ക് യു. തുടർന്നുള്ള ഫ്രേസൽ വെർബുകൾക്കും ഇതുപോലുള്ള വീഡിയോകൾക്കും എയ്സ് എജുലാബ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി ഈ വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അറിയിക്കുന്നു.